ഒരു ഈസ്തെറ്റിക് വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തതാണ് ഗൈസ്. നമ്മൾ ഇന്ന് ഒരിടത്തേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഇപ്പോൾ ഈവനിങ് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പോകുന്ന വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്യാനുണ്ട് നമ്മൾ പോകുന്നിടത്തേക്ക്. ഈ കാണുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്നാണ് കേട്ടോ വന്ന് വാങ്ങിക്കുന്നത്. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു പോകും. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഡേ ആണ്. സോ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ആദ്യമേ തന്നെ ഈ ഒരു കോണാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് വന്നേക്കാണ്. ഇവിടെ നന്നായിട്ട് പച്ചക്കറികളൊക്കെ നല്ല റീസണബിളായിട്ടുള്ള റേറ്റിന് കിട്ടും. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെ പല ഫ്ലേവറിലുള്ള ജ്യൂസസ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, മെലൺ, ബൂക്കോ, പിന്നെ മാംഗോ, പിന്നെ മാക്രോണി സാലഡ് ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഞാൻ വാങ്ങിച്ചത് മെലണാണ്. പിന്നെ നമ്മൾ ഒരു കീ ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നു. ചെറിയൊരു ഷോപ്പാട്ടോ, വഴിയിൽ കാണുന്ന ഒരു ഷോപ്പ്. നമുക്ക് കീ ചെയിൻ്റെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്പേസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇടയിൽ നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇവിടെ വിൽക്കുന്ന ഓരോ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളതൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇങ്ങനെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നല്ല ഫുഡ് കിട്ടുന്ന ഔട്ട്ലെറ്റ്സ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി അവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു, ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ വന്നു. ഈ ഒരു ഷോപ്പിൽ ഫ്രൈഡ് റൈസും പിന്നെ കെബാബും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കണ്ടിട്ട് അത്ര അങ്ങോട്ട് രസം തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറി അതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ വേറൊരു ഷോപ്പുണ്ട്, അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ആൾക്കാരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഇടാട്ടോ ഇത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഓരോ ടേബിളിലും സ്റ്റവും അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് അവർ ഫുഡ് ഹീറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രീതി ഇവിടെ കാണുന്നത്. ഞാൻ ഇതൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നല്ലൊരു രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇതാട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. ഇവരൊക്കെ ആക്ഷൻ കാണിച്ച് പോസ് ചെയ്യുന്നവരാണ്. ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇരിക്കാനൊന്നും നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വെളിയിൽ വന്നിട്ട് ആ ഒരു കടയുടെ തന്നെ ഫ്രണ്ടിൽ ഒരു തിട്ട ഉണ്ടായിരുന്നു. ആ തിട്ടയിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ ഫുഡ്. ആ ഒരു റൈസ് നമ്മൾ വാഴയിലയുടെ മുകളിലാണ് വെക്കുക. പുള്ളിക്കാരനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചമ്മലായിട്ട് ചിരിക്കുമായിരുന്നു. ഈ ഒരു റൈസിൻ്റെ മുകളിൽ ആ ഒരു ബീഫിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഇടുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ്. നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റാണെന്നാണ് കഴിച്ചവർ പറഞ്ഞത്. ഞാൻ മേടിച്ചില്ല. ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കൽ കുറവാണ്. എനിക്കത്ര ഇഷ്ടമാവില്ല. ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് ഒരു വല്ലായ്മ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അവൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കല്ലേ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തിട്ടേ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് പോയി എടുത്തതാണ്. അതിനുള്ള തെറിവിളിയാണ് കേട്ടത്. അവയുടെ കൈ രാവിലെ നല്ല രീതിയിലൊന്ന് പൊള്ളി. അപ്പോൾ ചെറിയൊരു ബ്ലിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫുഡ് വാരി കൊടുക്കുകയാണ്. അവളങ്ങനെ കൈ ഒട്ടും അനക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്നതുകൊണ്ട് വാരി കൊടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞവൾ. അങ്ങനെ അവർ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ബാക്കി സാധനങ്ങൾ മേടിക്കാൻ കിടക്കുവാണ്. അപ്പോൾ ഈ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ. ഈ കാണുന്നതാണ് ഗൈസ് ആ ബ്ലിസ്റ്റർ. സോ ഏറ്റവും അവസാനമാണ് നമ്മൾ അരി വാങ്ങിക്കുന്നത്. കാരണം അത് വെയിറ്റുള്ള സാധനമാണല്ലോ. അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വളരെ ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം അരിയും വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോവുക. കുയ്യ 3 കിലോ. 2 കിലോ.
അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. പക്ഷേ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുമ്പിലും പുറകിലായിട്ടാണ് പോകുന്നത്. അവർക്ക് നന്നായിട്ട് വഴി അറിയാം, നമുക്ക് തീരെ അറിഞ്ഞുകൂടാ. ഇവിടുന്ന് പോകുന്ന വഴിക്കാണ് നമ്മുടെ കോളേജ്. ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് വീണ്ടും 5 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ വീട് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് താഴോട്ട് പോയിട്ട് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് നമ്മുടെ വീട്. ഈ ഒരു വഴി ഭയങ്കര മോശം വഴിയാണ്. ആ കാണുന്ന ആ ഏരിയയിലാണ് നമ്മുടെ വീട്. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.